Hello dear students, we are discussing the short story Three Questions which is written by Leo Tolstoy. As we know, Leo Tolstoy was a Russian author and a philosopher. He was born in the year 1828 and he lived up to 1910. When we analyze, we can see that many of his works delve deeply into the themes of morality, society and human nature, etc. ലിയോ ടോൾസ്റ്റോയ് ഒരു റഷ്യൻ ഓതറും ഒരു ഫിലോസഫറുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള തീംസ് ലൈക്ക് മൊറാലിറ്റി, സൊസൈറ്റി ആൻഡ് ഹ്യൂമൻ നേച്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുക. ഒരുപാട് ഫിലോസഫിക്കലായിട്ടുള്ള ഇൻസൈറ്റ്സ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിലൂടെ റീഡേഴ്സുമായിട്ട് പങ്കുവച്ചു. അതുപോലെ ഫിലോസഫിക്കൽ ഇൻസൈറ്റ്സ് ഉള്ള മറ്റൊരു സിമ്പിളായിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് 3 Questions എന്ന് പറയുന്ന ഈ സ്റ്റോറി. The 3 Questions is a classic short story which is a very simple one which actually examines the eternal quest for wisdom, and in other words this short story is a pursuit of answers to life's most fundamental questions. എന്ന് വെച്ചാൽ ഈ ഷോർട്ട് സ്റ്റോറി ഒരു ക്വസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു അന്വേഷണമാണ്. ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കേണ്ട ജ്ഞാനത്തിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അറിവിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. അറിവ് തേടിയുള്ള ഒരു യാത്രയാണ് ഈ സ്റ്റോറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ദിസ് ഈസ് എ പെർസ്യൂട്ട് ഓഫ് ആൻസേഴ്സ് ടു ലൈഫ്സ് മോസ്റ്റ് ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് എന്നാണ് പറഞ്ഞിരിക്കുക. ലൈഫിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ തേടി പോകുന്ന ഒരു യാത്ര കൂടിയാണ് ഈ സ്റ്റോറി എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. The 3 Questions. It once occurred to a certain king that if he always knew the right time to begin everything, if he knew who were the right people to listen to and whom to avoid, and above all, if he always knew what was the most important thing to do, he would never fail in anything he might undertake. നമ്മുടെ ഈ ക്ലാസിക് സ്റ്റോറിയുടെ സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നത് ഒരു കിങ് ആണ്, ഒരു രാജാവാണ് ഈ സ്റ്റോറിയുടെ സെൻട്രൽ ക്യാരക്ടറായിട്ട് വരിക. ഒരു രാജാവിന് ഒരു ദിവസം മനസ്സിലിങ്ങനെ തോന്നുകയാണ്, ഇഫ് എ മാൻ ഓൾവേസ് ന്യൂ ദ റൈറ്റ് ടൈം ടു ബിഗിൻ എവറിഥിങ്, ഒരു മനുഷ്യന് അവൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യാൻ തുടങ്ങേണ്ട സമയം എപ്പോഴാണ് എന്ന് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ, ഇഫ് ഹി ന്യൂ ഹൂ വേർ ദ റൈറ്റ് പീപ്പിൾ ടു ലിസൺ ടു ആൻഡ് ഹൂം ടു അവോയ്ഡ്, ഒരു മനുഷ്യന് അവൻ്റെ ലൈഫിൽ ആരെയൊക്കെ ശ്രവിക്കണം അല്ലെങ്കിൽ ആരെയൊക്കെ കേൾക്കണം, ആരുടെയൊക്കെ അഡ്വൈസ് അവൻ കേൾക്കണം, ആരെയൊക്കെ അവൻ കേൾക്കാതെ ഇരിക്കണം എന്ന് അവന് അറിയാമെങ്കിൽ, ഇഫ് ഹി ഓൾവേസ് ന്യൂ വാട്ട് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു ഡു, ഒരു മനുഷ്യന് അവൻ്റെ ലൈഫിൽ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണ്, ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഏതാണ് എന്നവൻ അറിയാമെങ്കിൽ, ഹി വുഡ് നെവർ ഫെയിൽ ഇൻ എനിത്തിങ് ഹി മൈറ്റ് അണ്ടർടേക്ക്. ഈ 3 കാര്യങ്ങളും അവന് അറിയാമെങ്കിൽ അവൻ അവൻ്റെ ലൈഫിൽ ഒരിക്കലും ഒരിടത്തും തോറ്റു പോവുകയില്ല എന്നായിരുന്നു നമ്മുടെ ഈ രാജാവിൻ്റെ വിശ്വാസം. ഏതൊക്കെ കാര്യങ്ങൾ അറിയാമെങ്കിലാണ് അവൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും തുടങ്ങേണ്ട പ്രോപ്പർ ടൈം ഏതാണെന്ന് അറിയണം, അതുപോലെ ആരുടെയൊക്കെ അഡ്വൈസ് കേൾക്കണം, ആരുടെയൊക്കെ അഡ്വൈസ് കേൾക്കരുത്, അതുപോലെ തന്നെ ലൈഫിൽ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, ഇത്രയും കാര്യം അറിയാമെങ്കിൽ ഒരു മനുഷ്യൻ അവൻ്റെ ലൈഫിൽ ഒരിടത്തും തോറ്റു പോവുകയില്ല എന്നായിരുന്നു രാജാവിൻ്റെ വിശ്വാസം. നെക്സ്റ്റ് പാരഗ്രാഫ്. And this thought having occurred to him, he had it proclaimed throughout his kingdom that he would give a great reward to anyone who would teach him what was the right time for every action, and who were the most necessary people, and how he might know what was the most important thing to do. നമ്മുടെ രാജാവിൻ്റെ മനസ്സിൽ ഈ ചിന്ത വന്നതിന് ശേഷം അദ്ദേഹം എന്താണ് ചെയ്തത്? തൻ്റെ രാജ്യത്ത് ഒരു വിളംബരം ഇറക്കി. ആ വിളംബരത്തിൽ എന്തായിരുന്നു പറഞ്ഞത്? ആരാണോ അദ്ദേഹത്തിനെ ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള കറക്റ്റ് ടൈം എന്താണെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ആൾക്കാരെയാണ് അദ്ദേഹം ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ആൾക്കാരുടെ അഡ്വൈസാണ് സ്വീകരിക്കേണ്ടത് എന്ന് ആരാണോ അദ്ദേഹത്തെ പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് ആരാണോ ആ ആൾക്ക് അദ്ദേഹം വലിയ ഒരു റിവാർഡ് കൊടുക്കും, അല്ലെങ്കിൽ വലിയ ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഒരു പാരിതോഷികം നൽകും എന്നായിരുന്നു അദ്ദേഹം വിളംബരത്തിൽ പറഞ്ഞത്. Next paragraph. And learned men came to the king, but they all answered his questions differently. രാജാവ് ഈ വിളംബരം പുറപ്പെടുവിച്ചതിനെ തുടർന്ന് ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിനെ തേടി വന്നു. അതായത് കുറേ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ കിങ്ങിനെ തേടി വന്നു. പക്ഷേ എല്ലാവരും ഉത്തരം കൊടുത്തത് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ഉത്തരങ്ങളായിരുന്നു അദ്ദേഹത്തിന് നൽകിയത്. In reply to the first question, some said that to know the right time for every action, one must draw up in advance a table of days, months and years and must live strictly according to it. ഒന്നാമത്തെ ചോദ്യത്തിന് രാജാവിന് കിട്ടിയ ഒരു ഉത്തരം ഇതായിരുന്നു. ഒരാളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട റൈറ്റ് ടൈം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ നേരത്തെ തന്നെ
വർഷങ്ങൾ, മാസങ്ങൾ, ദിവസങ്ങൾ, അങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കി വെക്കണം ആദ്യമേ തന്നെ. അതായത് നമ്മൾ ടൈം ടേബിളൊക്കെ നിർമ്മിക്കുന്നത് പോലെ ഒരു ടേബിൾ ഫോമാറ്റിൽ ഡേയ്സ്, മന്ത്സ്, ഇയേഴ്സ് അങ്ങനെ വരച്ചുണ്ടാക്കി വെക്കണം. എന്നിട്ട് അതിൻ്റെ ബേസിസിൽ വേണം ആ മനുഷ്യൻ ജീവിക്കാൻ. only thus said they could everything be done at its proper time. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ടേബിൾ നോക്കി നമ്മൾ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നത് പോലെ തന്നെ ഓരോ കാര്യങ്ങളും പ്രോപ്പർ ടൈമിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിയൂ എന്നാണ് ചിലർ അദ്ദേഹത്തിനോട് പറഞ്ഞത്. Others declared that it was impossible to decide beforehand the right time for every action, but that not letting oneself be absorbed in idle pastimes, one should always attend to all that was going on and then do what was most needful. ചിലർ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഒരു കാര്യം ചെയ്യേണ്ട പ്രോപ്പർ മൊമെൻറ്റ് അല്ലെങ്കിൽ പ്രോപ്പർ ടൈം എന്താണെന്ന് നേരത്തെ തന്നെ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഈ ഐഡൽ പാസ് ടൈംസ് ഒഴിവാക്കാം. അതായത് വെറുതെ ഇരുന്ന് നേരം കളയുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കാര്യങ്ങളെല്ലാം പ്രോപ്പർ ടൈമിൽ ചെയ്തു പോകാനായിട്ട് ഒരു പക്ഷേ കഴിഞ്ഞേക്കാം എന്ന് ചിലർ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു. Others again said that however attentive the king might be to what was going on, it was impossible for one man to decide correctly the right time for every action, but that he should have a council of wise men who would help him to fix the proper time for everything. പിന്നെ ചിലർ രാജാവിനോട് പറഞ്ഞു കൊടുത്ത ഇതായിരുന്നു, രാജാവ് എത്ര അറ്റൻറ്റീവായിട്ടിരുന്നാലും സ്വന്തമായിട്ട് ഒരു കാര്യം എപ്പോഴാണ് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ മൊമെൻ്റ് എന്നൊക്കെ രാജാവിന് തന്നെ എപ്പോഴും തീരുമാനിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ആരെങ്കിലും രാജാവിനെ സഹായിക്കാനായിട്ട് വേണമെന്നായിരുന്നു അവർ പറഞ്ഞത്. സോ അവരതിന് സജസ്റ്റ് ചെയ്തത് ഒരു കൗൺസിൽ ഓഫ് വൈസ് മെൻ ആണ്. അതായത് വൈസ് മെൻ എന്ന് പറഞ്ഞാൽ അറിവുള്ള, ജ്ഞാനമുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അദ്ദേഹത്തിന് വേണം. അവരായിരിക്കണം രാജാവിന് ഒരു കാര്യം തുടങ്ങേണ്ടതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ടൈം എപ്പോഴാണ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം എപ്പോഴാണെന്ന് രാജാവിന് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ കൗൺസിൽ ഓഫ് വൈസ് മെൻ ആയിരിക്കണം എന്നാണ് ചില ആൾക്കാർ സജസ്റ്റ് ചെയ്തത്. നെക്സ്റ്റ് പാരഗ്രാഫ്. But then again others said there were some things which could not wait to be laid before the council, but about which one had at once to decide whether to undertake them or not. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കാര്യം ചെയ്യേണ്ട റൈറ്റ് മൊമെൻ്റ് എപ്പോഴാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ കൗൺസിൽ ഓഫ് വൈസ് മെനോട് ചോദിക്കാം. പക്ഷേ ചില സമയത്ത് ചില കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരും. അതായത് ഒരു കൗൺസിലിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്ത് എപ്പോഴാണ് ഇത് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കി ഒരു സമയം കണ്ടെത്തി ചെയ്യാനുള്ള ആ ഒരു ടൈമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ബട്ട് ഇൻ ഓർഡർ ടു ഡിസൈഡ് ദാറ്റ് വൺ മസ്റ്റ് നോ ബിഫോർ ഹാൻഡ് വാട്ട് വാസ് ഗോയിങ് ടു ഹാപ്പൻ. സോ അങ്ങനെ ആ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയാനായിട്ട് കഴിയണം. അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വൈസ് മെനോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇറ്റ് ഈസ് ഓൺലി മജീഷ്യൻസ് ഹു നോ ദാറ്റ് ആൻഡ് ദെയർഫോർ ഇൻ ഓർഡർ ടു നോ ദ റൈറ്റ് ടൈം ഫോർ എവറി ആക്ഷൻ വൺ മസ്റ്റ് കൺസൾട്ട് മജീഷ്യൻസ്. ഒരു കാര്യം ചെയ്യേണ്ട കറക്റ്റ് ടൈം എന്താണെന്ന് അറിയണമെങ്കിൽ മുൻകൂട്ടി നമുക്കറിയണം അടുത്ത മൊമെൻറ്റിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. സോ അത് അറിയാവുന്നത് ഈ വൈസ് മെന്നിനല്ല, മറിച്ച് മജീഷ്യൻസ് അല്ലെങ്കിൽ മന്ത്രവിദ്യ അല്ലെങ്കിൽ മാന്ത്രിക ജാലം അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ അവർക്ക് മുൻകൂട്ടി പറയാൻ പറ്റും അടുത്ത മൊമെൻറ്റിൽ അല്ലെങ്കിൽ അടുത്ത നിയർ ബൈ ഫ്യൂച്ചറിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഈ മജീഷ്യൻസിന് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യേണ്ട പ്രോപ്പർ ടൈം എപ്പോഴാണെന്നും ഈ മജീഷ്യൻസിന് പറഞ്ഞു തരാൻ പറ്റും എന്നാണ് പലരും രാജാവിനോട് പറഞ്ഞത്. നെക്സ്റ്റ് പാരഗ്രാഫ്. Equally various were the answers to the second question. Some said the people the king most needed were his counselors, others the priests, others the doctors, while some said the warriors were the most necessary. രണ്ടാമത്തെ ചോദ്യം നമുക്കറിയാം, ആരുടെ അഡ്വൈസാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടത് എന്നതായിരുന്നു. സോ രാജാവിനോട് പലരും പറഞ്ഞു കൊടുത്ത ഉത്തരം ഇതായിരുന്നു. ചിലർ പറഞ്ഞു രാജാവ് കൗൺസിലേഴ്സിനെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് അദ്ദേഹത്തിൻ്റെ കൗൺസിൽ ഓഫ് വൈസ് മെൻ പറഞ്ഞല്ലോ, അതുപോലെ അദ്ദേഹത്തിന് ഉപദേശങ്ങൾ നൽകുന്ന കൗൺസിലേഴ്സിനെ അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കുക. അതുപോലെ പ്രീസ്റ്റിനെ ശ്രദ്ധിക്കുക. പിന്നെ ഡോക്ടേഴ്സ് പറയുന്ന അഡ്വൈസസ് സ്വീകരിക്കുക. അതുപോലെ തന്നെ വാരിയേഴ്സ്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വാരിയേഴ്സ്. സോ അവരൊക്കെയാണ് ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ രാജാവിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്നാണ് പലരും പറഞ്ഞ ഉത്തരം. നെക്സ്റ്റ് പാരഗ്രാഫ്. ടു ദ തേർഡ് ക്വസ്റ്റ്യൻ as to what was the most important occupation, some replied that the most important thing in the world was science. Others said it was skill in warfare, and others again that it was religious worship. സോ നമുക്കറിയാം മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, ഒരാൾ അയാളുടെ ലൈഫിൽ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തായിരുന്നു എന്നായിരുന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സോ ചിലർ പറഞ്ഞത് എന്താണ്, ഒരാൾ അയാളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എൻഗേജ്ഡ് ആയിരിക്കേണ്ട ഓക്യുപ്പേഷൻ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞത് സയൻസ് ആണ്, അതായത് ദ വേൾഡ് ഓഫ് സയൻസ്. എന്നാൽ മറ്റു ചിലർ പറഞ്ഞത്
സയൻസ് അല്ല, സ്കിൽ ഇൻ വാർഫെയർ ആണ് വേണ്ടത്. അതായത് യുദ്ധത്തിലൊക്കെ പങ്കെടുക്കുക, രാജ്യത്തിന് വേണ്ടി പോരാടുക, അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ചിലർ പറഞ്ഞത് റിലീജിയസ് വർഷിപ്പ്, അതായത് മതത്തിനെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് മറ്റു ചിലർ പറഞ്ഞത്. All the answers being different, the king agreed with none of them and gave the reward to none. But still wishing to find the right answers to his questions, he decided to consult a hermit, widely renowned for his wisdom. രാജാവിന് ലഭിച്ച ആൻസേഴ്സ് എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒന്നിലും സാറ്റിസ്ഫൈഡ് ആയില്ല. അതുകൊണ്ട് തന്നെ ഒരു ആൻസറിനെയും അദ്ദേഹം എഗ്രി ചെയ്തില്ല. അതുപോലെ തന്നെ ആർക്കും അദ്ദേഹം റിവാർഡും കൊടുത്തില്ല. ബട്ട് സ്റ്റിൽ ഹി വാണ്ടഡ് ടു ഗെറ്റ് ആൻ ആൻസർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് ചെയ്തത്, അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹെർമിറ്റ് ഉണ്ടായിരുന്നു, ഒരു സന്യാസി ഉണ്ടായിരുന്നു. ആ സന്യാസിയുടെ അടുത്ത് പോകാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ആ സന്യാസിയോട് അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കാം. അതിന് മേ ബി ആ സന്യാസിയുടെ അടുത്തുനിന്ന് ഒരു ആൻസർ കിട്ടുമായിരിക്കുമെന്ന് രാജാവ് പ്രതീക്ഷിക്കുന്നു. Next paragraph. The hermit lived in a wood which he never quitted, and he received none but common folk. ഈ ഹെർമിറ്റ് എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? ഒരു വുഡിൽ, ഒരു ഫോറസ്റ്റിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. വിച്ച് ഹി നെവർ ക്വിറ്റഡ്. ആ ഫോറസ്റ്റിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും പുറത്തു വന്നിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ വാസസ്ഥലത്തേക്ക് അദ്ദേഹം കോമൺ പീപ്പിളിനെ മാത്രമേ സ്വീകരിച്ചിരുന്നുള്ളൂ. അതായത് വലിയ ഹയർ ക്ലാസ്സിലുള്ള ആൾക്കാരെയൊന്നും അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. സാധാരണ മനുഷ്യരെ മാത്രമേ അദ്ദേഹം അവിടെ സ്വീകരിച്ചിരുന്നുള്ളൂ. സോ ദ കിങ് പുട്ട് ഓൺ സിമ്പിൾ ക്ലോത്ത്സ് ആൻഡ് ബിഫോർ റീച്ചിങ് ദ ഹെർമിറ്റ്സ് സെൽ dismounted from his horse and leaving his bodyguard behind went on alone. സോ അതുകൊണ്ട് രാജാവ് എന്താണ് ചെയ്തത്? രാജാവ് ഒരു സാധാരണ മനുഷ്യൻ്റെ വേഷത്തിൽ സന്യാസിയുടെ വാസസ്ഥലത്തേക്ക് പോവുകയാണ്. ആ സ്ഥലത്ത് എത്തുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡിനെയൊക്കെ അവിടെ തന്നെ നിർത്തിയിട്ട് സന്യാസിയുടെ സ്ഥലത്തേക്ക്, സന്യാസിയുടെ ഗൃഹത്തിലേക്ക് തന്നെ നടന്നു പോവുകയാണ്. When the king approached, the hermit was digging the ground in front of his hut. രാജാവ് എത്തുമ്പോൾ സന്യാസി എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അദ്ദേഹത്തിൻ്റെ ഹട്ടിന് മുന്നിൽ നിലം കിളച്ചുകൊണ്ട് അദ്ദേഹം നിൽക്കുകയായിരുന്നു. Seeing the king, he greeted him and went on digging. സോ രാജാവിനെ കണ്ടതോടെ അദ്ദേഹം ഒന്ന് അഭിവാദ്യം ചെയ്തതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ കിളയ്ക്കുന്ന പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The hermit was frail and weak, and each time he stuck his spade into the ground and turned a little earth, he breathed heavily. ആ ഹെർമിറ്റ് വളരെ ബലഹീനനായ ഒരു മനുഷ്യനായിരുന്നു. വളരെ ടയേർഡായിട്ടാണ് അദ്ദേഹം അവിടെ കിളച്ചുകൊണ്ടിരുന്നത്. ഓരോ പ്രാവശ്യം കിളയ്ക്കും തോറും അദ്ദേഹം ഇങ്ങനെ കഷ്ടപ്പെട്ട് ശ്വാസം എടുക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു. The king went up to him and said, I have come to you, wise hermit, to ask you to answer 3 questions. How can I learn to do the right thing at the right time? Who are the people I most need, and to whom should I therefore pay more attention than to the rest? And what affairs are the most important and need my first attention? ഈ പാരഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, രാജാവ് നേരെ സന്യാസിയുടെ അടുത്ത് ചെല്ലുകയാണ്. സന്യാസിയോട് പറയുന്നു, എനിക്ക് അങ്ങയോട് ചോദിക്കാൻ 3 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളാണ് എനിക്കുള്ളത്. ഇതിൻ്റെ ഉത്തരം അങ്ങ് തരണം എന്ന് പറഞ്ഞിട്ട് സന്യാസിയോട് നേരത്തെ രാജാവ് മനസ്സിലിട്ടുകൊണ്ട് നടന്ന ആ ചോദ്യങ്ങൾ 3 സന്യാസിയോട് ചോദിക്കുകയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. ദ ഹെർമിറ്റ് ലിസൺ ടു ദ കിങ് ബട്ട് ആൻസർഡ് നത്തിങ്. ഹെർമിറ്റ് രാജാവിനെ ശ്രദ്ധിച്ചു, പക്ഷേ ഒന്നും ഉത്തരം അല്ലെങ്കിൽ മറുപടി ഒന്നും കൊടുത്തില്ല. ഹി ജസ്റ്റ് പാറ്റ് ഓൺ ഹിസ് ഹാൻഡ് ആൻഡ് റീകമൻസ്ഡ് ഡിഗിങ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്ന് സ്പിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് തുപ്പിയിട്ട് വീണ്ടും ആ ഡിഗിങ് തുടങ്ങുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് പിന്നെയും കണ്ടിന്യൂ ചെയ്യുകയാണ്. യു ആർ ടയേർഡ് സെഡ് ദ കിങ്, ലെറ്റ് മീ ടേക്ക് ദ സ്പേഡ് ആൻഡ് വർക്ക് എ വൈൽ ഫോർ യു. സോ രാജാവ് ഹെർമിറ്റിനോട് പറയാണ്, താങ്കൾ വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നതായിട്ട് തോന്നുന്നു, അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ ഈ വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് രാജാവ് ആ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. താങ്ക്സ് സെഡ് ദ ഹെർമിറ്റ് ആൻഡ് ഗിവിംഗ് ദ സ്പേഡ് ടു ദ കിങ് ഹി സാറ്റ് ഡൗൺ ഓൺ ദ ഗ്രൗണ്ട്. രാജാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഹെർമിറ്റ് അവിടെ വിശ്രമിക്കാനായിട്ട് ഇരിക്കുകയാണ് നിലത്ത്. വെൻ ഹി ഹാഡ് dug 2 beds, the king stopped and repeated his questions. രാജാവ് കുറച്ച് നേരം കൂടെ കളിച്ചതിന് ശേഷം സന്യാസിയോട് തൻ്റെ ചോദ്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സന്യാസി എന്താണ് ചെയ്തത്? The hermit again gave no answer but rose, stretched out his hand for the spade and said, now rest a while and let me work a bit. ഇപ്പോഴും സന്യാസി കിങ്ങിന് വേണ്ട ആൻസർ കൊടുക്കുന്നില്ല. പകരം അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? എഴുന്നേറ്റ് നിന്നിട്ട് രാജാവിനോട് പറയുകയാണ്, ഇനി താങ്കൾക്ക് റെസ്റ്റ് എടുക്കാം, അത്രയും നേരം ഞാൻ വർക്ക് ചെയ്യാം എന്ന് രാജാവിനോട് ഹെർമിറ്റ് പറയുകയാണ്. ബട്ട് ദ കിങ് ഡിഡ് നോട്ട് ഗീവ് ഹിം ദ സ്പേഡ് ആൻഡ് കണ്ടിന്യൂ ടു ഡിഗ്. പക്ഷേ കിങ് ആ സ്പേഡ് തിരിച്ചു കൊടുക്കാതെ വീണ്ടും കിളച്ചുകൊണ്ടിരിക്കുകയാണ്. 1 hour passed and another. The sun began to sink behind the trees, and the king at last stuck the spade into the ground and said, I came to you, wise men, for an answer to my questions. If you can give me none, tell me so, and I will return home.
ഇത്രയും നേരമായിട്ട് ഹെർമിറ്റിൻ്റെ അടുത്തുനിന്ന് ഒരു ആൻസർ കിട്ടാത്തത് കൊണ്ട് രാജാവ് എന്താണ് പറഞ്ഞത്? അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ആ കിളക്കല അവിടെ നിർത്തിയിട്ട് രാജാവ് ഹെർമിറ്റിനോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ പറയാണ്, സന്യാസിയുടെ അടുത്തേക്ക് ഞാൻ വന്നത് എനിക്ക് കുറച്ച് ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടാനുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ അങ്ങയോട് പലതവണ ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ചോദിച്ചു, പക്ഷേ അങ്ങ് എനിക്ക് ഉത്തരങ്ങളൊന്നും തന്നില്ല. എനിക്ക് ഉത്തരം തരില്ല എന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്ലീസ് ടെൽ മീ ദാറ്റ് സോ ദാറ്റ് ഐ ക്യാൻ ലീവ്. തൻ്റെ ചോദ്യങ്ങൾക്ക് ഹെർമിറ്റിൻ്റെ അടുത്ത് ഉത്തരങ്ങളില്ല എന്ന് പറയുവാണെങ്കിൽ രാജാവ് തിരിച്ചു പൊക്കോളാം എന്നാണ് സന്യാസിയോട് പറയുക. ഹിയർ കം സമൺ റണ്ണിങ് സെറ്റ് ദ ഹെർമിറ്റ്, ലെറ്റ് സീ ഹൂ ഇറ്റ് ഈസ്. അപ്പോഴാണ് ഹെർമിറ്റ് പറയുന്നത്, ദേ ആരോ ഓടി വരുന്നുണ്ട്, ആരാണതെന്ന് നോക്കാം എന്ന് കിങ്ങിനോട് സന്യാസി പറയുകയാണ്. ദ കിങ് ടേൺ റൗണ്ട് ആൻഡ് സോ എ ബിയർഡഡ് മാൻ കം റണ്ണിങ് ഔട്ട് ഓഫ് ദ വുഡ്. അത് പറഞ്ഞത് കേട്ട് രാജാവ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു താടി വെച്ച ഒരു മനുഷ്യൻ കാട്ടിൽ നിന്നും ഓടി വരുന്നതായിട്ട് അദ്ദേഹം കാണുന്നു. ദ മാൻ ഹെൽഡ് ഹിസ് ഹാൻഡ്സ് പ്രസ്ഡ് അഗൈൻസ്റ്റ് ഹിസ് സ്റ്റൊമക് ആൻഡ് ബ്ലഡ് വാസ് ഫ്ലോയിങ് ഫ്രം അണ്ടർ ദം. ആ ഓടി വന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കൈകൾ രണ്ടും അയാളുടെ വയറിൻ്റെ മേളിങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ടാണ് ഓടി വരുന്നത്. അയാളുടെ വയറിൽ നിന്നും ചോര ഒലിക്കുന്നതായിട്ട് കാണാമായിരുന്നു. വെൻ ഹി റീച്ച് ദ കിങ് ഹി ഫെൽ ഫെയിൻറ്റിംഗ് ഓൺ ദ ഗ്രൗണ്ട് മോർണിംഗ് ഫീബ്ലി. ആ ഓടി വന്ന മനുഷ്യൻ രാജാവിൻ്റെ അടുത്തെത്തിയിട്ട് ബോധം നശിച്ച് താഴെ വീഴുന്നു. ദ കിങ് ആൻഡ് ദ ഹെർമിറ്റ് അൺഫാസ്റ്റൻഡ് ദ മാൻസ് ക്ലോത്തിങ്. ദെയർ വാസ് എ ലാർജ് വൂണ്ട് ഇൻ ഹിസ് സ്റ്റൊമക്. കിങ്ങും ഹെർമിറ്റും കൂടെ ആ ഓടി വന്ന മനുഷ്യൻ്റെ ക്ലോത്തിങ് ഒക്കെ മാറ്റി നോക്കുകയാണ്. അപ്പോഴാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ വയറിൽ ഒരു ആഴത്തിലുള്ള ഒരു വലിയ മുറിവ് ഉണ്ട്. The king washed it as best as he could and bandaged it with his handkerchief and with a towel the hermit had. കിങ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വൂണ്ട് ഡ്രസ്സ് ചെയ്യുക. ആ മുറിവ് കഴുകിക്കളഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഹാൻഡ്കർച്ചീഫ് വെച്ചിട്ട് അത് കെട്ടിവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെർമിറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ടവലും അതിനുവേണ്ടി അദ്ദേഹം യൂസ് ചെയ്യുന്നു. Again and again the king washed and re-bandaged the wound. At last the man revived and asked for something to drink. പിന്നെയും കിങ് തന്നെയാണ് ആ വൂണ്ട് വാഷ് ചെയ്തിട്ട് വീണ്ടും റീബാൻഡേജ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ മനുഷ്യൻ റിക്കവറായ മനുഷ്യൻ അവരോട് എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാം. നെക്സ്റ്റ് പാരഗ്രാഫ്. The king brought fresh water and gave it to him. Meanwhile, the sun had set and it had become cold. So the king, with the hermit's help, carried the wounded man into the hut and laid him on the bed. രാജാവ് ആ മുറിവേറ്റ മനുഷ്യനെ കുടിക്കാനായിട്ട് ശുദ്ധജലം നൽകുന്നത് നമുക്ക് കാണാം. ആൻഡ് ആ സമയത്ത് സൂര്യൻ അസ്തമിക്കുന്നു. ആ പരിസരം മുഴുവൻ നല്ല തണുപ്പുള്ള അന്തരീക്ഷമായിട്ട് മാറുന്നു. അപ്പോൾ എന്താണ് രാജാവ് ചെയ്യുന്നത്? ഹെർമിറ്റിൻ്റെ ഹെൽപ്പോടെ ആ മുറിവേറ്റ മനുഷ്യനെ അദ്ദേഹം ഹെർമിറ്റിൻ്റെ കുടിലിൻ്റെ ഉള്ളിലേക്ക് കയറ്റി അവിടെ ഒരു ബെഡിൽ കിടത്തുകയാണ്. Lying on the bed, the man closed his eyes and was quiet, but the king was so tired with his walk and with the work he had done that he crouched down on the threshold and also fell asleep so soundly that he slept all through the short summer night. The man was quiet on his bed. And at the same time, the king was very much tired that he worked throughout the day. നമുക്കറിയാം കിങ് ആ ദിവസം മുഴുവൻ വർക്ക് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ക്ഷീണത്തിൽ അദ്ദേഹം ത്രഷോൾഡിൽ തന്നെ, അതായത് ആ വാതിൽ പടിയിൽ തന്നെ ഇരുന്ന് അവിടെ ഇങ്ങനെ ചുരുണ്ടുകൂടിയിരുന്ന് അദ്ദേഹം ഉറങ്ങിപ്പോയി. നെക്സ്റ്റ് പാരഗ്രാഫ്. When he awoke in the morning, it was long before he could remember where he was or who was the strange bearded man lying on the bed and gazing intently at him with his shining eyes. സോ നെക്സ്റ്റ് മോർണിംഗ് നമ്മുടെ രാജാവ് ഉറക്കമെണീറ്റപ്പോൾ അദ്ദേഹത്തിന് എവിടെയാണെന്ന് പോലും മനസ്സിലായില്ല. ആൻഡ് ആ ബിയർഡഡ് മാൻ വളരെ സന്തോഷത്തോടെ ഷൈനിങ് ഐസോടെ ഈ കിങ്ങിനെ നോക്കുന്ന ബിയർഡഡ് മാൻ ആരാണെന്ന് പോലും നമ്മുടെ രാജാവിന് മനസ്സിലായില്ല. Forgive me, said the bearded man in a weak voice when he saw that the king was awake and was looking at him. ആ ബിയർഡഡ് മാൻ, ആ താടിയുള്ള ആ മനുഷ്യൻ രാജാവിനോട് പറയുന്നത് ഇതാണ്, Forgive me, എന്നോട് ക്ഷമിക്കണം എന്ന് ആ മനുഷ്യൻ രാജാവിനോട് പറയുകയാണ്. I do not know you and have nothing to forgive you for, said the king. പക്ഷേ അപ്പോൾ രാജാവ് പറയാണ്, എനിക്ക് നിങ്ങളെ അറിയാൻ പാടില്ലല്ലോ, എനിക്ക് നിങ്ങളെ അറിയില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ക്ഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ലല്ലോ എന്ന് രാജാവ് പറയുകയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. You do not know me, but I know you. I am that enemy of yours who swore to revenge himself on you because you executed his brother and seized his property. സോ ഇപ്പോഴാണ് ആ മുറിവേറ്റ മനുഷ്യൻ, ആ ബിയർഡഡ് മാൻ രാജാവിനോട് ഒരു സത്യം പറയുന്നത് ഇപ്പോഴാണ്. മേ ബി രാജാവിന് എന്നെ അറിയില്ലായിരിക്കും, പക്ഷേ എനിക്ക് രാജാവിനെ അറിയാം. ഞാൻ നിങ്ങളുടെ ശത്രുവാണ്. ഈ മനുഷ്യൻ രാജാവിൻ്റെ ശത്രുവാകാൻ കാരണം എന്താണ്? രാജാവ് ഈ മനുഷ്യൻ്റെ ബ്രദറിനെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ച് വധശിക്ഷ നടപ്പിലാക്കിയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി, അതായത് ഈ ബിയർഡഡ് മാനിൻ്റെ ബ്രദറിൻ്റെ പ്രോപ്പർട്ടി രാജാവ് കണ്ടുകെട്ടുകയും ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് ഈ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യൻ അന്ന് തൊട്ട് ഒരു ശപഥം ചെയ്ത് നടന്നത്, അതായത് രാജാവിനെ കൊല്ലുമെന്ന് ശപഥം ചെയ്ത് നടന്നത്. The bearded man continues, I knew you had gone alone to see the hermit and I resolved to kill you on your way back.
ഈ ബിയാർഡഡ് മാൻ പറയുവാണ്, രാജാവ് തനിയെ അംഗരക്ഷകരുടെ ഒന്നും സഹായമില്ലാതെ തനിയെ ഈ സന്യാസിയെ കാണാനായിട്ട് പോയത് ഇദ്ദേഹം അറിഞ്ഞിരുന്നു. ആ സമയത്ത് ഇയാൾ എടുത്ത തീരുമാനമാണ് രാജാവ് തിരിച്ചു വരുന്ന വഴിയിൽ രാജാവിനെ കൊല്ലുക എന്നുള്ളത്. ബട്ട് ദ ഡേ പാസ്ഡ് ആൻഡ് യു ഡിഡ് നോട്ട് റിട്ടേൺ. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും വൈകുന്നേരമായിട്ടും രാജാവ് തിരിച്ചു വന്നില്ല. സോ ഐ കെയിം ഔട്ട് ഫ്രം മൈ ആംബ്യൂഷ് ടു ഫൈൻഡ് യു ആൻഡ് ഐ കെയിം അപ്പോൺ യുവർ ബോഡി ഗാർഡ് ആൻഡ് ദേ റെക്കഗ്നൈസ്ഡ് മീ ആൻഡ് വൂണ്ടഡ് മീ. സോ ഇയാൾ പറയാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാജാവ് തിരിച്ചു വരുന്നതും വെയിറ്റ് ചെയ്ത് ഇയാൾ അവിടെ ഒളിച്ചിരുന്നു. പക്ഷേ വൈകുന്നേരമായിട്ട് രാജാവ് തിരിച്ചു വരാത്തത് കൊണ്ട് ആ ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഇദ്ദേഹം പുറത്തിറങ്ങി വന്നു. അപ്പോഴാണ് രാജാവിൻ്റെ പരിചാരകർ അല്ലെങ്കിൽ രാജാവിൻ്റെ ബോഡി ഗാർഡ് ഇയാളെ കാണുന്നതും ഇയാളെ റെക്കഗ്നൈസ് ചെയ്യുന്നതും ഇയാളെ മുറിവേൽപ്പിക്കുന്നതും. I escaped from them but should have bled to death had you not dressed my wound. സോ അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടാണ് ഈ മനുഷ്യൻ ഓടിയത്. രക്ഷപ്പെട്ട ഓടിയ വഴിക്കാണ് രാജാവിനെയും സന്യാസിയെയും കണ്ടത്. ആ സമയത്ത് രാജാവാണ് ഇദ്ദേഹത്തെ ശുശ്രൂഷിച്ചത്. സോ ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ രക്ഷപ്പെട്ട് ഓടിയപ്പോൾ രാജാവ് എന്നെ ശുശ്രൂഷിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ മരിച്ചു പോയേനെ എന്ന് ആ മനുഷ്യൻ പറയുകയാണ്. ഐ വിഷ് ടു കിൽ യു ആൻഡ് യു ഹാവ് സേവ്ഡ് മൈ ലൈഫ്. ഞാൻ നിങ്ങളെ കൊല്ലാനായിട്ട് തീരുമാനിച്ചാണ് വന്നത്, പക്ഷേ നിങ്ങളാണ് രാജാവെ എൻ്റെ ജീവൻ രക്ഷിച്ചത്. നൗ ഇഫ് ഐ ലീവ് ആൻഡ് ഇഫ് യു വിഷ് ഇറ്റ് ഐ വിൽ സെർവ് യു ആസ് യുവർ മോസ്റ്റ് ഫെയ്ത്ത്ഫുൾ സ്ലേവ് ആൻഡ് വിൽ ബിഡ് മൈ സൺ ടു ഡു ദ സെയിം ഫോർ ഗിവ് മീ. സോ ഇപ്പോൾ ഈ മനുഷ്യൻ പറയുന്നത് എന്താണ്, ഞാൻ ഇനി ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം ഇതാണ്, രാജാവ് സമ്മതിച്ചാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, രാജാവിൻ്റെ അടിമയായിട്ട് ഇനിയുള്ള കാലം മുഴുവൻ ജീവിച്ചു കൊള്ളാം എന്നാണ് ഈ മനുഷ്യൻ പറയുക. ആൻഡ് എൻ്റെ മക്കളെയും ഞാൻ അത് തന്നെ പറഞ്ഞ് പഠിപ്പിക്കും. ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും അങ്ങയുടെ അടിമകളായിട്ട് ഇനിയുള്ള കാലം ജീവിച്ചോളാം. ഫൊർഗീവ് മീ, എന്നോട് ക്ഷമിക്കണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞു നിർത്തുക. നെക്സ്റ്റ് പാരഗ്രാഫ്. The king was very glad to have made peace with his enemy so easily and to have gained him for a friend, and he not only forgave him but said he would send his servants and his own physician to attend him and promised to restore his property. രാജാവിന് വളരെയധികം സന്തോഷമായി തൻ്റെ ശത്രുവുമായി രമ്യതയിലെത്തിയതുകൊണ്ട്. തൻ്റെ ശത്രുവിനെ മിത്രമാക്കി മാറ്റിയതിലും അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നി. അതുപോലെ തന്നെ അദ്ദേഹം തൻ്റെ ശത്രുവിനോട് ക്ഷമിക്കുക മാത്രമല്ല ചെയ്തത്, തൻ്റെ സെർവൻസിനെ, രാജാവിൻ്റെ സെർവൻസിനെ ഉടനെ തന്നെ ഇദ്ദേഹത്തിനെ പരിചരിക്കാനായിട്ട് വിടാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രാജാവിനെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻ, രാജാവിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിനെയും ഇദ്ദേഹത്തിനെ അറ്റൻഡ് ചെയ്യാൻ വിടാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു പ്രോമിസും കൂടെ രാജാവ് കൊടുത്തു. എന്താണ്, ഈ ബിയർഡഡ് മാൻ്റെ, അതായത് ഇപ്പോൾ വൂണ്ടഡ് ആയിട്ടുള്ള ഈ മാനിൻ്റെ പ്രോപ്പർട്ടി അദ്ദേഹം തിരിച്ചു കൊടുക്കാം അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യാം എന്ന പ്രോമിസും കൂടി രാജാവ് അദ്ദേഹത്തിന് കൊടുത്തതിന് ശേഷമാണ് അവിടുന്ന് പോകാനായിട്ട് തുടങ്ങുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. Having taken leave of the wounded man, the king went out into the porch and looked around for the hermit. wounded മാനോട് യാത്ര പറഞ്ഞതിന് ശേഷം രാജാവ് പുറത്തേക്ക് വരുവാണ്. അവിടെ വന്നതിന് ശേഷം ഹെർമിറ്റ് എവിടെയെന്ന് അദ്ദേഹം സെർച്ച് ചെയ്യുന്നു. ബിഫോർ ഗോയിങ് അവേ ഹി വിഷ്ഡ് വൺസ് മോർ ടു ബെഗ് ആൻഡ് ആൻസർ ടു ദ ക്വസ്റ്റൻസ് ഹി ഹാഡ് പുട്ട്. പോകുന്നതിന് മുന്നേ ഒന്നുകൂടി സന്യാസിയുടെ അടുത്ത് തൻ്റെ ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ ഉത്തരം കിട്ടണമെന്ന് രാജാവിന് ആഗ്രഹമുണ്ടായിരുന്നു. The hermit was outside on his knees sowing seeds in the beds that had been dug the day before. ഹെർമിറ്റ് എന്ത് ചെയ്യുകയായിരുന്നു, അദ്ദേഹം പുറത്തായിരുന്നു. തലേ ദിവസം കിളച്ച ആ മണ്ണിൽ അദ്ദേഹം വിത്തുകൾ പാകിക്കൊണ്ടിരിക്കുകയായിരുന്നു. The king approached him and said, "For the last time I pray you to answer my questions, wise man." കിങ് വീണ്ടും ഹെർമിറ്റിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, ദയവ് ചെയ്ത് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം നൽകിയാലും വൈസ് മാൻ. You have already been answered, said the hermit, still crouching on his thin legs and looking up at the king who stood before him. തൊട്ടടുത്ത് നിൽക്കുന്ന രാജാവിനെ നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഹെർമിറ്റ് പറയുകയാണ്, യു ഹാവ് ഓൾറെഡി ബീൻ ആൻസേർഡ്, നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഹൗ ആൻസേർഡ്, വാട്ട് യു മീൻ, ആസ് ദ കിങ്. രാജാവിനൊന്നും മനസ്സിലായില്ല. അദ്ദേഹം ചോദിക്കുകയാണ്, എങ്ങനെയാണ് ആൻസർ ചെയ്തു എന്ന് പറയുന്നത്, എനിക്കിതുവരെ ഉത്തരമൊന്നും കിട്ടിയില്ലല്ലോ. വാട്ട് യു മീൻ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ഡു യു നോട്ട് സീ, റിപ്ലൈഡ് ദ ഹെർമിറ്റ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ. ഇഫ് യു ഹാഡ് നോട്ട് പിറ്റീഡ് മൈ വീക്ക്നെസ് യെസ്റ്റർഡേ, നിങ്ങൾ ഇന്നലെ എൻ്റെ ഈ കഷ്ടപ്പാട് കണ്ട്, എൻ്റെ ഈ ബലഹീനത കണ്ട് നിങ്ങൾ എന്നോട് കരുണ കാണിച്ചില്ലായിരുന്നെങ്കിൽ, ആൻഡ് ഹാഡ് നോട്ട് ഡഗ് ദീസ് ബെഡ്സ് ഫോർ മീ, എനിക്ക് വേണ്ടിയിട്ട് ഈ നിലം ഇവിടെ കിളച്ച് തന്നില്ലായിരുന്നെങ്കിൽ, ബട്ട് ഹാഡ് ഗോൺ യുവർ വേ, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് തന്നെ ഇന്നലെ തന്നെ തിരിച്ചു പോയിരുന്നെങ്കിൽ, ദാറ്റ് മാൻ വുഡ് ഹാവ് അറ്റാക്ക് യു ആൻഡ് യു വുഡ് ഹാവ് റിപ്പൻറ്റഡ് ഓഫ് നോട്ട് ഹാവിങ് സ്റ്റേഡ് വിത്ത് മീ. ആ മനുഷ്യൻ നിങ്ങളെ ഇന്നലെ അപകടപ്പെടുത്താൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് കരുണ ചെയ്ത് തന്നില്ലല്ലോ അല്ലെങ്കിൽ എന്നെ സഹായിച്ചില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ പശ്ചാത്തപിച്ചേനെ. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം വാസ് വെൻ യു വെയർ ഡിഗിങ് ദ ബെഡ്സ്. നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി നിലം ഉഴുതു തന്ന അല്ലെങ്കിൽ നിലം കിളച്ച് തന്ന ആ സമയമായിരുന്നു. ആൻഡ് ഐ വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാൻ. ഞാനായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി.
ആൻഡ് ടു ഡു മീ ഗുഡ് വാസ് യുവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബിസിനസ്. എനിക്ക് നന്മ ചെയ്യുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കർത്തവ്യം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കടമ. നെക്സ്റ്റ് പാരഗ്രാഫ്. Afterwards, when that man ran to us, the most important time was when you were attending to him. For if you had not bound his wounds, he would have died without having made peace with you. So he was the most important man, and what you did for him was your most important business. പിന്നീട് ആ മുറിവേറ്റ മനുഷ്യൻ നമ്മളുടെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. ആ സമയത്ത് നിങ്ങൾ അദ്ദേഹത്തെ പരിചരിച്ചില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം രക്തമാർന്ന് ഒരുപക്ഷെ മരിച്ചു പോയേനെ. നിങ്ങളുമായിട്ട് ഒരിക്കലും സന്ധിയിലാവാതെ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ശത്രുത ഒരിക്കലും തീർക്കാതെ അയാൾ ചിലപ്പോൾ മരിച്ചു പോയേനെ. സോ ആ സമയത്ത് ആ മുറിവേറ്റ മനുഷ്യനായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനുഷ്യൻ. അയാൾക്ക് നിങ്ങൾ കൊടുത്ത ശുശ്രൂഷ അല്ലെങ്കിൽ ആ പരിചരണമായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു കടമ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി. Remember then, there is only one time that is important, and that is now. It is the most important time because it is the only time when we have any power. അപ്പോൾ സന്യാസി പറഞ്ഞു നിർത്തുന്ന ഇതാണ്, there is only one time that is important. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു സമയമേ ഉള്ളൂ, and that is now. Now അല്ലെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം ബിക്കോസ് ഇറ്റ് ഈസ് ദ ഓൺലി ടൈം വെൻ വി ഹാവ് എനി പവർ. ഈ ഒരു മൊമെൻറ്റിലാണ് നമുക്ക് ഏറ്റവും പവർ ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു മൊമെൻറ്റിലാണ് നമുക്ക് ഏറ്റവും ശക്തിയുള്ളത്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു മൊമെൻറ്റിലാണ്. അതുകൊണ്ടാണ് ഈ മൊമെൻ്റാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്ന ആ ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് സന്യാസി പറയുക. The most necessary man is he with whom you are, for no man knows whether he will ever have dealings with anyone else. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ആ മൊമെൻറ്റിൽ ആരാണോ ഉള്ളത് അയാളാണ്. വേറെ ആരാണോ നിങ്ങളുടെ കൂടെ ഉള്ളത്, ആരാണോ നിങ്ങളുടെ കൂടെ ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ആരാണോ ഉള്ളത് അയാളാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനുഷ്യൻ. And the most important thing to do is to do good, because for that purpose alone was man sent into this life. So നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കർത്തവ്യം അല്ലെങ്കിൽ ഒരു കടമ എന്ന് പറയുന്നത് നല്ലത് ചെയ്യുക, നന്മ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. To do good, because for that purpose alone was man sent into this life. സന്യാസി പറഞ്ഞു നിർത്തുകയാണ്, നന്മ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കർത്തവ്യം. കാരണം ഈ നന്മ ചെയ്യാനായിട്ടാണ് ഓരോ മനുഷ്യനെയും ഭൂമിയിലേക്ക് ദൈവം അയച്ചിട്ടുള്ളത്. This is how the story ends. As we have seen, the king had 3 questions in his mind, and he is being answered by the hermit towards the end of the story. So let us summarize the story. The king had 3 questions in his mind, of which the first question was, which is the right time to begin everything? ഒരു കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം ഏതാണ് എന്നായിരുന്നു കിങ്ങിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് ഹി വാസ് ഗിവൻ ദി ആൻസർ ബൈ ദ ഹെർമിറ്റ്, ആൻഡ് ദി ആൻസർ വിച്ച് ഈസ് ഗിവൻ ഈസ് നൗ. ഇപ്പോൾ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ അല്ലെങ്കിൽ നൗ. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ വാസ് ദാറ്റ് who were the right people to listen to and whom to avoid, or who is the most important person in a man's life. ഒരാളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനുഷ്യൻ ആരാണ്, അല്ലെങ്കിൽ ആരുടെ അഡ്വൈസ് ആണ് ഒരാൾ കേൾക്കേണ്ടത്. ദാറ്റ് വാസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ വിച്ച് ദി കിങ് ഹാഡ്. ആൻഡ് ദി ആൻസർ വിച്ച് വാസ് ഗിവൺ ബൈ ദ ഹെർമിറ്റ് വാസ് ദാറ്റ് the most significant person or the most important person in one's life is എ മാൻ വിത്ത് ഹൂം യു ആർ. നിങ്ങൾ ആ പ്രസൻറ്റിൽ ഏത് മനുഷ്യൻ്റെ കൂടെയാണോ ആ മനുഷ്യനാണ് നിങ്ങൾക്ക് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മനുഷ്യൻ. ഓർ യു ക്യാൻ ലിസൺ ടു ദ അഡ്വൈസ് ഓഫ് ദാറ്റ് person. So that is the second question's answer which is given by the hermit. The third and the last question the king had was that which was the most important thing to do in someone's life, and the answer which is given by the hermit is it is to do good to your fellow beings. സോ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ആൻഡ് അതിൻ്റെ ആൻസർ ഹെർമിറ്റ് കൊടുക്കുന്നത് ഇതാണ്, നന്മ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ വി ഹാവ് കം ടു ദ കൺക്ലൂഷൻ ഓഫ് ദ സ്റ്റോറി. ദിസ് ഇസ് ഹൗ ദ സ്റ്റോറി എൻഡ്സ്.
The king had three questions in his mind, all of which were answered by the hermit, and thus the story ends. If you have got any doubts regarding the chapter, we will discuss that later in the class. Thank you.